ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ചാന്ദ് ഓർ കവി എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്മി ബി ക്യാ അനോഖാ ജീവ് ഹോത്താ ഹെ, ചാന്ദ് ക്യൂ ऐसा कह रहा है. അതായത് മനുഷ്യൻ വളരെ യുണീക്കായിട്ടുള്ള, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ജീവിയാണ് എന്ന് ചന്ദ്രൻ എന്തുകൊണ്ടാണ് പറയുന്നത്? चांद के मत में आदमी एक अनोखा जीव है क्योंकि वह उलझने स्वयं बनाकर उसमें अपने आप ही फंसता है और फिर बेचैन होकर जागता रहता है, वह सो नहीं पाता है. അപ്പോൾ ചന്ദ്രൻ്റെ ഒപ്പീനിയനിൽ, അഭിപ്രായം, മനുഷ്യൻ ഒരു വിചിത്രമായ ജീവിയാണ്. എന്തെന്നാൽ അവർ സ്വയം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ കുടുങ്ങി എന്നിട്ട് അസ്വസ്ഥരായിരിക്കും, ഉറങ്ങാൻ സാധിക്കാതെ എപ്പോഴും ഉണർന്നിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആദ്മി കാ സ്വപ്ന ജൽ കാ ബുൽബുല ഹെ, അപ്ന മത് പ്രകട് കരേ. ചന്ദ്രൻ പറയുന്നുണ്ട് മനുഷ്യന്റെ സ്വപ്നം ജലത്തിലെ കുമിളകൾ പോലെയാണ് എന്ന്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. चांद की राय में आदमी का स्वप्न जल के बुलबुले के समान है, लेकिन मेरा मत इससे भिन्न है. ചന്ദ്രന്റെ അഭിപ്രായം മനുഷ്യന്റെ സ്വപ്നങ്ങൾ വെള്ളത്തിലെ കുമിളകൾ പോലെയാണ് എന്നാണ്. എന്നാൽ എൻ്റെ അഭിപ്രായം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്, വ്യത്യസ്തമാണ്. क्योंकि मनुष्य के स्वप्न यथार्थ में बदल जाते हैं. सपने देखने वाले उन्हें पूरा करने की क्षमता भी रखते हैं. എന്തെന്ന് വെച്ചാൽ മനുഷ്യരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവും. വലിയ സ്വപ്നം കാണുന്നവർ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനുള്ള ക്ഷമത, കേപ്പബിലിറ്റി ഉള്ളവരാണ്. കവി കെ ബദ്ലെ രാഗിനി ക്യൂ ബോൽ ഉഠി. കവിക്കു പകരമായിട്ട് കവിയുടെ കാവ്യചേതന എന്തുകൊണ്ടാണ് സംസാരിച്ചത്? चांद ने कवि को पागल बुलाया और उनके सपने की तुलना जल के बुलबुलों से किया. ചന്ദ്രൻ കവിയെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ വെള്ളത്തിലെ കുമിളകളോട് കമ്പയർ ചെയ്യുകയും ചെയ്തു. തുലന കർണ, കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. यह सुनकर कवि कुछ नहीं बोला. ഇത് കേട്ടിട്ട് കവി ഒന്നും പറഞ്ഞില്ല. മഗർ കവി की प्रतिनिधि के रूप में उनकी रागिनी बोल उठी. എന്നാൽ കവിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട്, റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കവിയുടെ കാവ്യചേതന സംസാരിക്കാൻ തുടങ്ങി. മനുപുത്ര की कल्पना कैसी है. മനുപുത്രന്റെ ഇമാജിനേഷൻ എങ്ങനെയാണ്? मनुपुत्र की कल्पना की जीभ में भी धार होती है. മനുപുത്രന്റെ ഇമാജിനേഷനിൽ പോലും, ഇമാജിനേഷന്റെ നാവിൽ പോലും ധാർ, മുന ഉണ്ട്, മൂർച്ചയുള്ള മുനയുണ്ട്. അർത്ഥാത് കൽപ്പന की അഭിവ്യക്തി बहुत ही तेज होती है. അതായത് ഇപ്പോഴത്തെ മനുഷ്യരുടെ ഇമാജിനേഷന്റെ അഭിവ്യക്തി, എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഒന്നാണ്. വിചാരോ മേ ഹി നഹി സപ്നോ കി ഹാത്തോ മേ ബി തൽവാർ രഹത്തി ഹെ. അവരുടെ ചിന്തകളിൽ മാത്രമല്ല സ്വപ്നങ്ങളുടെ കയ്യിൽ പോലും തൽവാർ, വാള് ഉണ്ട് എന്നാണ് പറയുന്നത്. ആർക്ക് സ്വർഗത്തിന്റെ സമ്രാട്ടാവാം? स्वर्ग का सम्राट ईश्वर है, परंतु मनुष्य निकट भविष्य में स्वर्ग के सम्राट बनने की क्षमता रखते हैं. അതായത് ഇപ്പോ സ്വർഗത്തിന്റെ സാമ്രാട്ട് എന്ന് പറയുന്നത് ഈശ്വരനാണ്. പക്ഷേ മനുഷ്യൻ ഈ ഫ്യൂച്ചറിൽ തന്നെ, അടുത്ത് തന്നെ, നിക്കട്ട് അടുത്ത്, ഭവിഷ്യ ഫ്യൂച്ചർ, അപ്പൊ അടുത്ത് തന്നെ സ്വർഗത്തിന്റെ സമ്രാട്ടായി മാറാനുള്ള കഴിവുള്ളവനാണ്. സമാൻ ഭാവ് വാലി പങ്ക്തി ചുൻകർ ലിഖേ. സിമിലർ മീനിങ് ഉള്ള ലൈൻസ് ചൂസ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. സ്വപ്നോ കോ ആഗ് മേ ഗലാക്കർ ലോഹ ബനാത്ത ഹെ. मैं न वह जो स्वप्न पर केवल सही करते, आग में उनको गला लोहा बनाती हूँ. मनुपुत्र के कल्पना भरे सपने तीखे होते हैं. मनु नहीं मनुपुत्र है यह सामने, जिसकी कल्पना की जीभ में भी धार होती है. चांद इतना पुराना है कि उसने मनु का जन्म और मरण देखा है. जानता है तू कि मैं कितना पुराना हूँ. मैं चुका हूँ देख मनु को जन्मते मरते. आदमी स्वयं उलझने बनाकर चैन खो बैठता है.
उलझने अपनी बनाकर आप ही फंसता और फिर बेचैन हो जगता न सोता है. വിശ്ലേഷണാത്മക ടിപ്പണി ലിഖേ. ഈ താഴെ തന്നിട്ടുള്ള ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. मनु नहीं मनु पुत्र है यह सामने, जिसकी कल्पना की जीभ में भी धार होती है. बाण ही होते विचारों के नहीं केवल, स्वप्न के भी हाथ में तलवार होती है. कवि चांद से कहते हैं कि हे चांद, तेरे सामने वह पुराना मनु नहीं खड़ा है, वह मनु पुत्र अर्थात मानव ही खड़ा है. കവി ചന്ദ്രനോട് പറയാണ്, ചന്ദ്രന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് പണ്ടത്തെ മനുവല്ല, മനുവിന്റെ പുത്രനായിട്ടുള്ള മനുഷ്യൻ ആണ്. തും ജാൻതേ ഹോ കി നയേ യുഗ് കെ മനുഷ്യ കി ഭാഷ മേ ധാർ ഹോത്തി ഹെ. നിനക്കറിയാമല്ലോ, പുതിയ യുഗത്തിലെ മനുഷ്യരുടെ ഭാഷ മൂർച്ചയേറിയതാണ്. അർത്ഥാത് വിദ്രോഹ കി ശക്തി ഹെ, അതായത് അവര് ഒപ്പോസ് ചെയ്യുന്ന, അവർക്ക് എതിർക്കാനുള്ള കഴിവുണ്ട്. इतना ही नहीं उसके സ്വപ്നരൂപി ഹാത്തോ മേ തൽവാർ ഹോത്തി ഹെ. ഇത് കൂടാതെ അവരുടെ സ്വപ്നമാകുന്ന കൈകളിൽ തൽവാർ വാളുകൾ ഉണ്ട്. കവി കി കൽപ്പനാശക്തി മേ വിദ്രോഹ കി ശക്തി നിഹിത് ഹെ. കവിയുടെ കൽപ്പനാശക്തിയില് വിദ്രോഹ എതിർപ്പിനുള്ള ശക്തിയും അടങ്ങിയിട്ടുണ്ട്. साहित्यकार अपनी रचना द्वारा समाज में प्रचलित बुराइयों के विरुद्ध സംഘർഷ करते हैं. സാഹിത്യകാരന്മാര് അവരുടെ രചനയിലൂടെ സമൂഹത്തില് വ്യാപിച്ചു കിടക്കുന്ന തിന്മകൾക്ക് വിരുദ്ധമായിട്ട് സംഘർഷം നടത്തും. കവി പരിവർത്തൻ के लिए सपने देखने वालों का प्रतिनिधि है. കവി മാറ്റത്തിനു വേണ്ടി സ്വപ്നം കാണുന്ന വ്യക്തികളുടെ പ്രതിനിധിയാണ്. കവിത की ആസ്വാദൻ टिप्पणी लिखे. കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. रामधारी सिंह दिनकर राष्ट्रीय एवं सांस्कृतिक कवि है. उनकी प्रमुख रचनाएं हैं रेणुका, हूंकार, कुरुक्षेत्र, रश्मि रति आदि. रामधारी सिंह ദിൻകർ രാഷ്ട്രീയ അതുപോലെ തന്നെ സാംസ്കൃതിക് കവിയാണ്. അതായത് രാജ്യത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സംസ്കൃതി കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളെയും കുറിച്ച് കവിത എഴുതുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകളാണ് രേണുക, ഹൂങ്കാർ, കുരുക്ഷേത്ര, രശ്മി രഥി തുടങ്ങിയവ. चांद और कवि रामधारी सिंह दिनकर की യഥാർത്ഥവാദി കവിത है. ചാന്ദ് ഓർ കവി എന്നത് രാംധാരി സിംഗ് ദിൻകറിന്റെ ഒരു യഥാർത്ഥവാദിയായിട്ടുള്ള കവിതയാണ്. चांद और कवि के बीच एक मौन संवाद के रूप में कविता प्रस्तुत की है. ചന്ദ്രനും കവിയും തമ്മിലുള്ള ഒരു മൗന സംഭാഷണത്തിന്റെ രൂപത്തിലാണ് കവിത പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പ്രസ്തുത് കർണ പ്രസന്റ് ചെയ്യുക. कवि को लगता है चांद मानव और उनके सपनों का उपहास करता है. കവിക്ക് തോന്നുന്നത് ചന്ദ്രൻ മനുഷ്യനെയും അതുപോലെ തന്നെ അവന്റെ സ്വപ്നങ്ങളെയും കളിയാക്കുകയാണ് എന്നാണ്. ഉപഹാസ് കർണ കളിയാക്കുക. चांद कहता है कि मनुष्य एक विचित्र जीव है जो उलझने स्वयं बनाकर उसमें खुद ही फंसता है, फिर बेचैन होकर सो नहीं पाता है और सदैव जागता रहता है. ചന്ദ്രൻ പറയുന്നത് മനുഷ്യൻ ഒരു വിചിത്രമായ ജീവിയാണ്. സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതില് സ്വയം തന്നെ കുടുങ്ങുന്നു. എന്നിട്ട് അസ്വസ്ഥനായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, എപ്പോഴും ഉണർന്നിരിക്കുന്നു. फिर चांद कवि से पूछता है कि क्या वह जानता है कि चांद कितना पुराना है. പിന്നെ ചന്ദ്രൻ കവിയോട് ചോദിക്കുന്നത്, കവിക്ക് അറിയാമോ ചന്ദ്രൻ എത്ര പഴയതാണ് എന്ന്, എത്രയോ കാലം മുൻപുള്ളതാണ് എന്ന്. चांद ने कई मनुष्यों को उनकी चांदनी में बैठकर अपने सपनों को सही करते देखा है. ചന്ദ്രൻ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്. അവരെന്താണ് ചെയ്യുക? ചന്ദ്രന്റെ നിലാവിലിരുന്നു കൊണ്ട് സ്വന്തം സ്വപ്നങ്ങൾ ശരിയാക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പരന്തു ചാന്ദ് കെ മദ് മേ മനുഷ്യ പാഗൽ ഹെ. പക്ഷേ ചന്ദ്രന്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഭ്രാന്തനാണ്. ഉൻകെ സ്വപ്ന ജൽ കെ ബുൽബുലെ കെ സമാൻ ക്ഷണിക് ഹെ. അവരുടെ സ്വപ്നങ്ങൾ വാട്ടർ ബബിൾസ് പോലെ, വെള്ളത്തിലെ കുമിളകൾ പോലെ ക്ഷണികമാണ്, ഒറ്റൊരു മൊമെന്റിൽ നശിച്ചു പോകുന്നവയാണ്. അവിടെ അപ്പുനെ എന്നാണ് കേട്ടോ. അപ്പുനെ കോ ശ്രേഷ്ഠ ഘോഷിത് കർണേ വാലെ
चांद से कवि की रागिनी कहती है कि आज जो तुम्हारे सामने खड़ा है वह मनु नहीं, मनु का पुत्र मानव है. അതായത് സ്വയം ശ്രേഷ്ഠനെന്ന് വിളിച്ചു പറയുന്ന ചന്ദ്രനോട് കവിയുടെ കാവ്യചേതന പറയുകയാണ്, ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്നത് ആദിമാനവനല്ല, മനു അല്ല, മനുവിന്റെ പുത്രനായിട്ടുള്ള മനുഷ്യനാണ്. അപ്നെ സപ്നോ കോ ആഗ് മേ ജലാക്കർ നയി സമാജ് കാ നിർമാൺ കർത്താ ഹെ. അതായത് സ്വന്തം സ്വപ്നങ്ങളെ തീയിൽ കത്തിച്ചുകൊണ്ട് പുതിയ ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കാൻ കഴിവുള്ള മനുഷ്യനാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഉസ്കി കൽപ്പന മേ അസീം ശക്തി ഹെ. അവന്റെ കൽപ്പനയിൽ ഒരുപാട് ശക്തിയുണ്ട്. അസീം എന്ന് പറഞ്ഞാൽ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള, അൺലിമിറ്റഡ് ആയിട്ടുള്ള. കവി കെ മത് മേ സ്വപ്ന ദേഖ്നെ വാലെ മനുഷ്യ കി ജീത് ജറൂർ ഹോത്തി ഹെ. എന്നാൽ കവിയുടെ അഭിപ്രായത്തിൽ സ്വപ്നം കാണുന്ന മനുഷ്യൻ ഒരിക്കൽ എന്തായാലും വിജയിക്കും. ഇസ് സംസാർ കെ റുക്കാവട്ടോ കോ ഝേൽനെ കി ശക്തി ഉസ്മേ ഹെ. ഈ ലോകത്തിലെ സംസാർ, ഈ ലോകം, എല്ലാ റുക്കാവട്ട് തടസ്സങ്ങളും ഝേൽന സഹിക്കാനായിട്ടുള്ള ശക്തി പുതിയ മനുഷ്യനുണ്ട്. यहाँ सपनों के बारे में जो बात कवि ने कहा है यह पूर्ण रूप से सही है. ഇവിടെ സ്വപ്നത്തെക്കുറിച്ച് കവി എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം പൂർണ്ണമായും ശരിയാണ്. കൽപ്പന चावला, नेपोलियन, APJ अब्दुल कलाम जैसे महान व्यक्तियों की जिंदगी से हमें प्रेरणा तथा उदाहरण मिलते हैं. കൽപ്പന ചാവ്ല, നെപ്പോളിയൻ, APJ അബ്ദുൽ കലാം തുടങ്ങിയ മഹാന്മാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പ്രേരണയും അതുപോലെ തന്നെ കവി പറഞ്ഞ ആ കാര്യത്തിനുള്ള ഉദാഹരണവും ലഭിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്നാങ്കിത് കഥൻ പർ അപ്ന വിചാർ പ്രസ്തുത് കരെ. താഴെ കൊടുത്തിട്ടുള്ള ആ വാക്യത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറയുന്നത്. महान सपने देखने वालों के महान सपने हमेशा पूरे होते हैं. വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ, മഹത്തരമായ സ്വപ്നങ്ങൾ കാണുന്നവരുടെ ആ വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അതായത് ആ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യപ്പെടും. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇസ് കഥൻ സേ മൈ പൂരി തരഹ സഹമത് ഹൂം. ഈ വാക്യങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. സെഹമത് ഹോന യോജിക്കുക. ക്യോങ്കി മഹാൻ സപ്നെ ദേഖ്നെ വാലെ ഹി ഊച്ചായിയാ ചൂത്തെ ഹെ. അത് എന്തെന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. महान सपने वाले लोग हमेशा उन सपनों को सच करने की कोशिश में व्यस्त रहते हैं. വലിയ സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികൾ അവയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അവർ എപ്പോഴും ബിസി ആയിരിക്കും. വ്യസ്ത ഹോന, ബിസി ആവുക. ऐसे सपने लोग नींद में नहीं देखते. ഇത്തരം സ്വപ്നങ്ങൾ ആളുകൾ ഉറക്കത്തിലല്ല കാണുന്നത്. ऐसे सपने लोगों की नींद उड़ा देती है. ഇത്തരം സ്വപ്നങ്ങൾ വ്യക്തികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തും. महान स्वप्न वाले लोगों के दिल में उन स्वप्नों के साक्षात्कार की तमन्ना होती है. തമന്ന, ആഗ്രഹം. വലിയ സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളുടെ മനസ്സിൽ അവ സാക്ഷാത്കരിക്കാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. लक्ष्य को पाने की आग जिनके दिल में है वह अपने रातों की नींद की परवाह किए बिना परिश्रम करते हैं. ലക്ഷ്യം നേടണമെന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിലുള്ള വ്യക്തികൾ ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്കാതെ, പർവാ കർണ, കെയർ ചെയ്യുക, ഉറക്കത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തന്നെ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. इसलिए हम कह सकते हैं महान सपने इंसान को कामयाबी दिला सकती है और असंभव को संभव बना सकती है. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, മഹത്തരമായ സ്വപ്നങ്ങൾ മനുഷ്യനെ കാമിയാബി എന്ന് വെച്ചാൽ സക്സസ് നേടിക്കൊടുക്കുകയും അതുപോലെ തന്നെ നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിനെ നടത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ പോയത്തിൻ്റെ തന്നെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ ഉള്ള എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. എക്സ്പ്ലനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സാരാംശൻ്റെ കാര്യമാണ് കേട്ടോ.
ഓരോ സ്റ്റാൻസയുടെയും സാരാംശം സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന വീഡിയോ വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.